മുട്ടുമടക്കിയോ മുഖ്യമന്ത്രി എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ ജോസഫ് വാഴക്കൻ, ഇന്നലെ കോടിയേരി പ്രതികരിച്ചത് സംസ്ഥാനത്തിന് ഈ കാര്യത്തിലൊന്നും ചെയ്യാനില്ല, ഇതൊരു കേന്ദ്ര പദ്ധതിയാണ് എന്ന് മാത്രമല്ല മുൻ UPA സർക്കാരിൻ്റെ പദ്ധതിയാണ്, NDA സർക്കാരും അത് തുടരാൻ നിശ്ചയിച്ചിരിക്കുന്നു, പദ്ധതിയുടെ നടത്തിപ്പ് വൈകുന്നതിൽ കേരളത്തിലെത്തിയ കേന്ദ്രമന്ത്രി നീരസം പ്രകടിപ്പിച്ചു. ഇങ്ങനെയൊക്കെയായിരുന്നു പ്രതികരണം. ചുരുക്കത്തിൽ കേരളത്തിന് ഒരു സർക്കാർ നിലയിൽ ചെയ്യാൻ കഴിയുന്നത് ഈ കേന്ദ്ര പദ്ധതിയുടെ സുഗമമായ മുന്നോട്ട് പോക്കിനുള്ള പോലീസ് സംരക്ഷണം ഉറപ്പുവരുത്തുക, ഇത് മാത്രമാണെന്നാണ് ഇന്നലെ കോടിയേരിയെ പോലെ ഒരു മുൻ ആഭ്യന്തരമന്ത്രി ഇപ്പോൾ CPMൻ്റെ ഉത്തരവാദപ്പെട്ട പദവിയിലിരിക്കുന്ന PB അംഗം പറഞ്ഞത്. ഇന്നൊരൊറ്റ യോഗം മുഖ്യമന്ത്രിക്ക് ഈ പണി ഇവിടെ നിർത്തിവെപ്പിക്കാൻ കഴിഞ്ഞു. ആരെയാണ് ഈ കോടിയേരി ആയാലും പിണറായി ആയാലും കബളിപ്പിക്കുന്നത്? അല്ല, നിർത്താൻ കഴിയും എന്നുള്ളത് ഇപ്പം ബോധ്യപ്പെട്ടു. കാരണം ഏത് പദ്ധതിയാണെങ്കിലും ഏത് വികസന പദ്ധതിയാണെങ്കിലും ജനങ്ങളുടെ പിന്തുണയില്ലാതെ അവരുടെ അനുമതിയില്ലാതെ ഒരു സ്ഥലത്തും നടത്താൻ കഴിയില്ല. കേരളം പോലെയുള്ളൊരു സംസ്ഥാനത്ത് അതിൻ്റെ ഒരു വിജയം, ജനകീയ സമരത്തിൻ്റെ ഒരു വിജയമാണ് ഇന്ന് നമ്മളിവിടെ കണ്ടത്. പക്ഷേ ഇത് ആത്യന്തികമായ ഒരു വിജയമാണ് എന്ന് നമുക്കിപ്പോൾ പറയാനാവില്ല. കാരണം ഇതിനകത്ത് ഗവൺമെൻറ് ഒരു പക്ഷേ നേരത്തെ നിങ്ങൾ ചോദിച്ചതുപോലെ ഗവൺമെൻറ് ഇതിനകത്ത് ഒരു തന്ത്രപരമായ നീക്കമായിരിക്കാം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ തന്ത്രപരമായ നീക്കം അല്ലെങ്കിലും ഈ ജനങ്ങളെ ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെൻറ്റിന് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നുവെങ്കിൽ ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇഷ്ടം പോലെ സമയമുണ്ടായിരുന്നു. ആ സമയത്തൊന്നും ഇത് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, അഹങ്കാരത്തിൻ്റെ ഭാഷയിലാണ് കേരളത്തിൻ്റെ ഭരണകൂടം പ്രവർത്തിച്ചത്. അങ്ങനെയെങ്കിൽ 8 വർഷമായല്ലോ ഈ സമരം തുടരുന്നു. ഈ ഗവൺമെൻറ് വന്നിട്ട് 1 വർഷമല്ലേ ആയുള്ളൂ. ബാക്കി 7 വർഷത്തിൽ ഏതാണ്ട് 5 വർഷത്തോളം ഉമ്മൻചാണ്ടിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങ് MLA ആയിരുന്ന മന്ത്രിസഭയാണ് അത്, സർക്കാരാണ് അത്. അന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല? ഇന്നലെ ഈ സമരസ്ഥലത്ത് പോയി ഈ ജനകീയ സമരസമിതിയുടെ വികാരത്തിനൊപ്പം നിന്ന ജോസഫ് വാഴക്കൻ എന്തേ അന്നത് കഴിഞ്ഞില്ല? അല്ല, അന്ന് ഇതിൻ്റെ ഈ ഘട്ടം ഒരു കാലഘട്ടത്തിലും ഞങ്ങൾ ഇത് പൂർണ്ണമായി നിർത്തിവെക്കണമെന്നോ പദ്ധതി ഉപേക്ഷിക്കണമോ എന്നൊരു നിലപാട്. പക്ഷേ അവരെ അതാത് കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന വിഷയങ്ങൾ അപ്പോഴപ്പോൾ IOCയുമായി സംസാരിച്ച് അവരുടെ ആശങ്കകൾ കുറച്ചും മാറ്റിയും ഒക്കെയാണ് ഈ പദ്ധതി വേണ്ട എന്നതാണ് പുതുവൈപ്പുകാരുടെ ആവശ്യം. അതിനൊപ്പമല്ലല്ലോ നിങ്ങളും? പദ്ധതി വേണ്ട എന്നുള്ള നിലയിലേക്ക് അവരെത്തിയിരിക്കുന്നത് ഇപ്പോഴാണ്. അവർ ആദ്യഘട്ടത്തിലല്ലായിരുന്നു. ആദ്യഘട്ടത്തിൽ അവർക്ക് ചില ആശങ്കകളുണ്ടായിരുന്നു. ആ ആശങ്കകൾ അതാത് സമയത്ത് ദൂരീകരിക്കാനുള്ള ശ്രമമാണ് ഉണ്ടായത്. ഇപ്പോഴാണത് വളരെ വലിയ തോതിൽ വന്നപ്പോൾ ഇതിനെ ലാത്തിച്ചാർജ് നടത്തി അട്ടിച്ചോടിക്കാനും അതിഭീകരമായി, വെറും പാവപ്പെട്ട ആളുകളാണ്, അതിഭീകരമായി മർദ്ദിച്ചൊതുക്കാനും ശ്രമിച്ചപ്പോഴാണ് എല്ലാ നിയന്ത്രണങ്ങളും വിട്ടുപോയത്. ഇവിടെ സമന്വയത്തിൻ്റെ മാർഗമാണ് സ്വീകരിക്കേണ്ടത്. അവരെ കൃത്യമായി ഏതൊക്കെ കാര്യത്തിലാണ് ആശങ്കയുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 500 ലോഡ് ബോട്ടിലിംഗ് ടാങ്കർ ലോറികൾ. ഞാൻ അതിലേക്ക് വരാം, അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ശ്രീ M. അനിൽകുമാർ, ഇന്നലെ കഴിയാതെ പോകുമെന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം ഇന്ന് ഈ സർക്കാരിന് കഴിഞ്ഞിരിക്കുകയാണ്. എന്ന് വെച്ചാൽ കോടിയേരി കേരളത്തെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നോ? പിണറായി വിജയൻ ഈ സർക്കാരിനെ പറ്റി തെറ്റിദ്ധാരണ പരത്തുന്ന പാർട്ടി സെക്രട്ടറിയെ തിരുത്തുകയാണോ ഇന്നത്തെ നടപടിയിലൂടെ ഉണ്ടായത്? എന്താണ് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ? ഈ സർക്കാരിന് കഴിയില്ല എന്ന് പറഞ്ഞ കാര്യമാണ് ഈ സർക്കാർ ഇന്ന് ചെയ്ത് കാട്ടിയിരിക്കുന്നത്. അപ്പോൾ ആരൊക്കെയാണ് നുണപ്രചരണം നടത്തുന്നത്? അതിൻ്റെ തലവൻ കോടിയേരിയാണോ? വേണു, ഈ പറഞ്ഞ ഒരു തരത്തിലുള്ള മാറ്റവും ഞങ്ങളുടെ സമീപനത്തിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഇന്നും ഞങ്ങൾ ആവർത്തിക്കുകയാണ്. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ്. ആ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി ഉപേക്ഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞല്ലോ. അതിലൊരു മാറ്റവും വരുത്തിയില്ലല്ലോ. ആകെ സംസ്ഥാന ഗവൺമെൻറ് പണി നിർത്തിവെച്ചതിനെ സംബന്ധിച്ച് നിങ്ങൾ ചോദിച്ചു. പണി ഇന്ന് നിർത്തിവെച്ചതല്ല, പണി കഴിഞ്ഞ 2 ദിവസമായി നിർത്തിവെച്ചല്ലോ. അതൊരു സമരം കൊണ്ടാണ്. അവിടുത്തെ സമരം കൊണ്ടാണ്. അതിന് വില കൊടുക്കേണ്ടി വന്നവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന റോബിൻ അടക്കമുള്ളവർ. അല്ലല്ലോ, ഒരു നിമിഷം, ഇപ്പോഴും അവിടെ പ്രതിഷേധം അലയടിക്കുക തന്നെയാണ് ഈ നിമിഷവും. എന്ന് വെച്ചാൽ നിങ്ങളെ അവിശ്വസിച്ചുകൊണ്ട് ഒരു ജനസമൂഹം നിൽക്കുകയാണ്, ആ തുരുത്തുപോലെ തന്നെ ഒറ്റപ്പെട്ടുകൊണ്ട്. പക്ഷെ അവർ കീഴടങ്ങുന്നില്ല. ഇന്ന് കീഴടങ്ങിയത് ആരാണ്? സർക്കാരാണ്. ഇന്നലെ വരെ അവർക്ക് ബലം പ്രയോഗിച്ച് സ്വന്തം ഈ പറയുന്ന ചോര ഒഴുക്കിക്കൊണ്ടാണ് ഈ കാര്യം നേടിയെടുക്കേണ്ടി വന്നത് എങ്കിൽ ഇപ്പോൾ അത് സർക്കാരാണ് ഏറ്റെടുത്ത്
ഇതിപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവരുടെ ആവശ്യം ഇപ്പോൾ സർക്കാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. മണിക്കൂറുകളുടെ വ്യത്യാസമേ ഉള്ളൂ. ഇന്നലെ നാം കണ്ട് പിന്നെ ഇന്ന് വീണ്ടും കാണുമ്പോൾ അനിൽകുമാർ. പക്ഷെ കാര്യങ്ങൾ ഒരുപാട് മാറി. കാര്യങ്ങൾ ഒരു പ്രശ്നം തീർക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ഒത്തുതീർപ്പുണ്ടാകുന്നതിൽ നിങ്ങൾക്കതിനെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഞങ്ങളതിനെ കാണുന്നത് സന്തോഷത്തോടെയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ മുഴുവൻ ആളുകളും, എറണാകുളം ജില്ലയിലെ മുഴുവൻ ആളുകളും, എല്ലാ ജനാധിപത്യ വിശ്വാസികളും എനിക്കറിയേണ്ടത് അങ്ങയുടെ പാർട്ടി സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പറഞ്ഞത് ഈ സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ്. മാത്രമല്ല, എന്ത് ചെയ്യാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പോലീസ് സുരക്ഷ ഉറപ്പാക്കുക എന്ന് വെച്ചാൽ വെറുതെ പോലീസ് സുരക്ഷ അല്ല, അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പോലീസ് സുരക്ഷ എന്ന് വെച്ചാൽ അതിനെ വിഘാതപ്പെടുത്തുന്നത് ആരാണ്? ജനങ്ങളാണ്. ആ ജനങ്ങളെ തല്ലിച്ചതയ്ക്കാനുള്ള ഉത്തരവാദിത്തം അതാണ് ഈ സർക്കാരിന് ആകെ നിർവഹിക്കാനുള്ളത് എന്നാണ് ഇന്നലെ കോടിയേരി പറഞ്ഞത് അനിൽകുമാർ. അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. വേണു, ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ. പൂർത്തീകരിച്ചതിന് ശേഷം താങ്കൾക്ക് വീണ്ടും ചോദിക്കാം. അതല്ലേ അതിന്റെ ശരി. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാനുള്ള സമയം. വേഗം ഉത്തരം. അപ്പോൾ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ അല്ല, എന്നെ സമ്മതിക്കണേയില്ല. ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ജില്ലാ കളക്ടർ അന്ന് പണി നിർത്തിവെപ്പിച്ചത് എങ്ങനെയാണ്? എറണാകുളം ജില്ലാ കളക്ടർ അത് IOCയോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ പണി നിർത്തിവെക്കണം. IOCയോട് കളക്ടർ ആവശ്യപ്പെട്ടപ്പോൾ അന്ന് IOC അത് നിർത്തിവെച്ചു. ഇന്ന് മുഖ്യമന്ത്രി ആ ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ IOCയോട് ഈ പണി നിർത്തിവെക്കാൻ ആവശ്യപ്പെടുമ്പോൾ അവർ ആ പണി ഒരു പാരിസ്ഥിതിക ലംഘനം നടന്നിട്ടുണ്ടോ, അവർക്ക് കിട്ടിയ കേന്ദ്ര എൻവയൺമെൻറ്റൽ മിനിസ്ട്രിയുടെ ഏതെങ്കിലും ഒരു മാനദണ്ഡം അവർ ലംഘിച്ചിട്ടുണ്ടോ എന്ന് ഒരു വിദഗ്ധ സമിതിയെ കൊണ്ട് അന്വേഷിപ്പിച്ച് അതിൻ്റെ ഒരു നിഗമനം വരുന്നതുവരെ ഈ പദ്ധതി പ്രവർത്തനം നിർത്തിവെക്കാൻ തയ്യാറുണ്ടോ എന്ന് സംസ്ഥാന ഗവൺമെൻറ് ചോദിച്ചത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനോടാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ് മറുപടി പറയുന്നത്, ശരി, നിങ്ങളുടെ അഭ്യർത്ഥനയെ മാനിച്ച്, സംസ്ഥാന ഗവൺമെന്റിന്റെ അഭ്യർത്ഥനയെ മാനിച്ചും ഈ ചർച്ചയിൽ ശ്രീ കെ വി എസ് ഹരിദാസ് ഇത് കേന്ദ്ര പദ്ധതിയാണ്, സംസ്ഥാനത്തിന് അധികാരമില്ല എന്ന് പറയുന്നു. ഇന്ന് അധികാരമല്ല പ്രയോഗിച്ചത്, വിനയത്തോടെ, ദാസ്യഭാവത്തോടെ, വിധേയഭാവത്തോടെ IOCയുടെ മുന്നിൽ കുമ്പിട്ട് കൈതൊഴുത് മുഖ്യമന്ത്രി അഭ്യർത്ഥിക്കുകയാണ്, ഒന്ന് നിർത്താമോ എന്ന്. ഉദാരമതികളായ IOC മുഖ്യമന്ത്രി പറഞ്ഞതല്ലേ, എന്നാൽ പിന്നെ കേട്ടേക്കാം എന്ന നിലയിൽ പണി നിർത്തിവെക്കുന്നു. ഇങ്ങനെ ഒരു വിധേയഭാവത്തോടെയാണോ ഈ സർക്കാർ പ്രവർത്തിക്കുന്നുവെന്ന് ഒരു വ്യക്തി ഈ ചർച്ചയിലിരുന്ന് ഊറ്റം കൊള്ളുന്നത്? അദ്ദേഹം തന്നെ പറയുകയാണ് ഒരു കളക്ടർക്ക് ഇത് നിർത്തിവെപ്പിക്കാൻ കഴിഞ്ഞുവെന്ന്. ഒരു ഇത്തിരി കൂടെ പിന്നോട്ട് പോയാൽ ഞാറയ്ക്കൽ CIക്ക് ഇത് നിർത്തിവെപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് മാത്രം എന്തേ ഈ വിനീത വിധേയന്റെ വേഷം എടുത്തിട്ട് ഇങ്ങനെ അഭ്യർത്ഥിക്കേണ്ട ഗതികേട് വരുന്നു? ശ്രീ കെ വി എസ് ഹരിദാസ്, CPM എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇകഴ്ത്തുന്നത് ഈ സർക്കാരിനെ? അതല്ല വേടു, ഞാനിതിനെ വേറൊരു തലത്തിലാണ് ഇതിനെ കാണുന്നത്. ഇപ്പോൾ നേരത്തെ വേട് തന്നെ പറഞ്ഞു, 8 വർഷം മുമ്പ് തുടങ്ങിയൊരു പദ്ധതിയാണ്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം സംബന്ധിച്ച് ഏതാണ്ട് എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. അതിനു വേണ്ട പബ്ലിക് സെക്ടർ നമുക്കൊക്കെ അറിയാവുന്നതാണ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പദ്ധതിയാണ്. ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപനം ഇത്തരം കുറച്ച് പ്രൊജക്റ്റായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പദ്ധതിയെ പറ്റിയുള്ള കാര്യങ്ങളിലേക്ക് വരാം. ശ്രീ കെ വി എസ് ഹരിദാസ്, ഇവിടെ സർക്കാരിന്റെ അവകാശാധികാരങ്ങൾ എത്ര എന്നത് നിർണ്ണയിക്കപ്പെട്ടുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ. കാരണം ഇതൊരു ജനകീയ സർക്കാരാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു സർക്കാർ പെട്ടെന്നൊരു ദിവസം മുതൽ കേന്ദ്ര സർക്കാരിൻ്റെയോ IOCയുടെയോ ഒക്കെ കീഴിൽ ഇങ്ങനെ വിധേയപ്പെട്ട് നിൽക്കേണ്ടി വരുന്നു എന്നാണെങ്കിൽ ജനം അറിയട്ടെ. അത് നാം തിരഞ്ഞെടുത്ത് വിടുന്ന സർക്കാർ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഭരിക്കാനോ പ്രവർത്തിക്കാനോ ഉള്ളതല്ല. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഈ പറയുന്ന തിട്ടൂരത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു സംവിധാനം മാത്രമാണ്. ഒരു ഏകജാലക സംവിധാനം തുറന്നു വച്ചിരിക്കുന്നു ഈ സെക്രട്ടേറിയറ്റിൽ. അതിൻ്റെ പ്രധാനപ്പെട്ട നടത്തിപ്പുകാരനായി പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഇരിക്കുന്നു എന്ന് സമ്മതിക്കട്ടെ. അങ്ങനെയല്ല, ഞാൻ അതിനകത്ത് വേറൊരു തരത്തിലാണ് വേണു കാണുന്നത്. ഇന്ന് പിണറായി വിജയൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട എടുത്ത നിലപാടുണ്ട്. ഈ പദ്ധതിക്ക് തടസ്സമുണ്ടാകാൻ പാടില്ല. ഇത് തടസ്സം വന്നാൽ ദാറ്റ് വിൽ ഗിവ് എ റോങ് മെസ്സേജ്, ഇവിടുത്തെ ഇൻവെസ്റ്റേഴ്സിന് ഒരു റോങ് മെസ്സേജ് കൊടുക്കും എന്ന് കർക്കശമായിട്ട് അദ്ദേഹം ഇന്ന് പറഞ്ഞു. എന്തുകൊണ്ടത്? എനിക്ക് തോന്നുന്നു അതൊരു പോസിറ്റീവ് സൈനാണ്. കേരളത്തിൽ നമ്മൾ വേണുവും കൂടി ആലോചിക്കേണ്ട കാര്യമാണ്. എത്രയോ പദ്ധതികൾ കേരളത്തിൽ വന്നിട്ടുണ്ട് ഇതിനു മുമ്പ്.
ഈ ഓരോ പദ്ധതി വരുമ്പോഴും അതിന് തടസ്സം നിൽക്കുന്ന ചില എലിമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. അതാരാണെന്ന് വ്യക്തമാക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ താങ്കളിലേക്ക് വരാം. അങ്ങേക്ക് ഞാൻ സമയവും തരും നിശ്ചയമായി. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ CR നീലകണ്ഠൻ, ഈ സംസ്ഥാന സർക്കാർ ഇത്രമാത്രം പരിമിതമായ അധികാരത്തോടെ പ്രവർത്തിക്കുകയാണോ? ജനങ്ങളുടെ ആശയാഭിലാഷങ്ങൾ, ജനങ്ങളുടെ അവകാശ സമരങ്ങൾ, ഇതിനെ ഒന്നും പ്രതിഫലിപ്പിക്കാൻ കഴിയില്ല എന്ന നിലയിലാണ് ഈ സർക്കാർ അതിനെ സ്വയം നിർവചിച്ചിരിക്കുന്നത് എങ്കിൽ അങ്ങേയറ്റം ജനവിരുദ്ധമാണ് ഈ ഭരണകൂടം. അതിൻ്റെ മുഖമാണ് എന്ന് വെച്ചാൽ ജനവിരുദ്ധതയുടെ പ്രതീകമാണ് പിണറായി വിജയൻ എന്ന് അദ്ദേഹം സ്വയം സമ്മതിക്കുകയാണോ? അല്ല, ഇവിടെ ഒന്ന് ഇൻവെസ്റ്റേഴ്സിന് വിഷമമുണ്ടാവും. ഒരു ഗ്രാമത്തിലെ മുഴുവൻ ജനത കക്ഷി രാഷ്ട്രീയ ജാതി മതത്തിനതീതമായി അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പഞ്ചായത്ത് അംഗങ്ങളടക്കം ഒരു പദ്ധതി ഞങ്ങൾക്കിവിടെ വേണ്ട എന്ന് പറയുന്നു. അവർക്കതിൽ ഭീതിയുണ്ട്. അവരുടെ ഇൻട്രസ്റ്റ് അല്ല, മറിച്ച് ഇൻവെസ്റ്ററുടെ ഇൻട്രസ്റ്റാണ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇൻട്രസ്റ്റാണ്. ഞങ്ങൾക്ക് പ്രധാനമെന്ന് പറയുന്നത് ജനാധിപത്യത്തിന് ഒരിക്കലും യോജിച്ച ഒരു കാര്യമേ അല്ല. ഈ ഇൻവെസ്റ്ററുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഇൻട്രസ്റ്റിന് വേണ്ടി ഈ ജനങ്ങൾക്ക് മേൽ വളരെ നരനായാട്ട് പോലെയുള്ള ആക്രമണം നടത്തിയിട്ട് അതിലൊരു വിഷമവും കാണിക്കാത്ത മുഖ്യമന്ത്രി, നമുക്ക് അനുഭവങ്ങളുണ്ട്. ഇത്തരം മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ അനുഭവങ്ങൾ ഇന്ത്യയിലുണ്ട്. നന്ദിഗ്രാമൊക്കെ വന്നപ്പോൾ നമ്മൾ ചർച്ച ചെയ്തതല്ലേ വേണു? എത്ര ചർച്ച കേരളത്തിൽ നടന്നു. അന്ന് ഇതേ CPM വന്ന് പറഞ്ഞു ഇൻവെസ്റ്ററാണ്, ഇത് പ്രശ്നമാണ്, ജനങ്ങൾ അവിടെ ആളുകൾ പുറത്തുനിന്ന് വന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. ഇപ്പം എന്തുണ്ടായിന്ന് ഞാൻ പറയണ്ടല്ലോ, കേരളത്തിലെ ഇന്ത്യയിലെയും മുഴുവൻ ആളുകൾക്കും അറിയാം. അന്ന് ന്യായീകരിച്ച ആളുകൾ ഇന്നിപ്പോൾ CPIക്ക് കുറച്ച് ബുദ്ധി വെച്ചത് ആ അനുഭവം നമുക്ക് മറ്റു വിമർശനങ്ങളിലേക്ക് വരാം. അതിനു മുൻപ് ഇന്നലെ കോടിയേരി പറയുന്നു ഈ സർക്കാരിന് സുരക്ഷ ഒരുക്കാനേ കഴിയൂ എന്ന്. മാത്രമല്ല അത് നിയമ സംവിധാനത്താൽ ബാധ്യതപ്പെട്ടിരിക്കുന്നു. ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ്. എന്തൊരു ചുമതലാബോധമാണ്! ഹൈക്കോടതി പറഞ്ഞ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ നിർവഹിക്കുന്ന ഒരു സർക്കാരല്ലേ കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇങ്ങനെയാണ് സ്വന്തം ചുമതലാബോധത്തെ നിർവചിച്ചിരിക്കുന്നത്. ആ ആളുകളാണ് ഇന്ന് 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറത്തെ ചർച്ചയ്ക്ക് ശേഷം അവിടെ ആ നിർമ്മാണം നിർത്തിവെപ്പിച്ചിരിക്കുന്നത്. അവിടെ ശ്രീ അനിൽകുമാർ പറയുന്ന IOCയോട് അഭ്യർത്ഥിച്ചു മുഖ്യമന്ത്രി, അപ്പോൾ അവർ അത് കേട്ടു. അങ്ങനെയാണ് തൽക്കാലം ഇത് നിർത്തിവെച്ചിരിക്കുന്നത് എന്നാണ്. ഇത്ര വിധേയഭാവത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണോ ഇത്? അതാ വേണു ഞാൻ പറഞ്ഞത്. വളരെ കൃത്യമായും നിങ്ങളുടെ മുൻഗണന ആരുടെ മേലാണ്? ഈ ജനങ്ങളുടെ മേലാണോ അതോ ഈ പറഞ്ഞതുപോലെ ആണോ? ഞാൻ പറയുന്നു, ഇപ്പം അവിടെ ഒരു പ്രശ്നമുണ്ടായി, ഒരു എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായി, ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലൊരു അപകടം ഉണ്ടായി. മുഖ്യമന്ത്രി എന്താ പറയുക? ആ പൊതുമേഖലാ സ്ഥാപനമാണ്, നമ്മളെന്താ ചെയ്യുക? പക്ഷേ അതിൻ്റെ നാശമുണ്ടാവുന്നത് ജനങ്ങൾക്കാണ്. ആ പ്രജകളോട് ആദ്യം ഉത്തരവാദപ്പെട്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അത് കഴിഞ്ഞിട്ടേ പ്രധാനമന്ത്രി വരുന്നുള്ളൂ. അപ്പോൾ അവരുടെ സുരക്ഷ നോക്കാൻ ഈ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്. അത് കടന്ന് മുഖ്യമന്ത്രി പോകുമ്പോഴാണ് ഇപ്പം ഇന്നലെ കോടിയേരിക്കും പറ്റിയത് അതാണ്. ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. എന്ത് ചെയ്യാനില്ല? ഇപ്പോൾ എന്താ തീരുമാനിച്ചത്? ഇന്നലത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ECക്ക് അനുസരിച്ചാണ് ഹൈക്കോടതി വിധി കിട്ടിയിട്ടുള്ളത്. EC ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പാരിസ്ഥിതികമായി സാമാന്യ വെളിവുള്ള എല്ലാവർക്കും മനസ്സിലാവും. കാരണം വളരെ ലളിതമാണ്. ഇന്നലെ നമ്മളത് പറഞ്ഞതാണ്. അപ്പോൾ അത് പരിശോധിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചപ്പോൾ എന്താ ഇവരൊക്കെ പറഞ്ഞത്? അത് നടക്കില്ല, EC പരിശോധിക്കാൻ പറ്റില്ല. ഇനി പരിശോധിക്കാം, പക്ഷേ പണി നിർത്തിവെക്കാൻ പറ്റില്ല. ഇന്നായപ്പോഴേക്കും എന്തേ മാറിയത്? ഹൈക്കോടതി ഉത്തരവ് ECയുടെ അടിസ്ഥാനത്തിലും കൂടിയാണല്ലോ. ECയുടെ അടിസ്ഥാനത്തിൽ നൽകിയ ഹൈക്കോടതി ഉത്തരവ് വാലിഡ് ആണോ എന്ന് തീരുമാനിക്കുന്ന ECയാണ്. എന്ന് വെച്ചാൽ ശ്രീ CR നീലകണ്ഠൻ, ജനങ്ങൾ ഉന്നയിക്കുന്ന ഒരു ആശങ്കയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് ഈ സർക്കാർ പ്രവർത്തിച്ചിരിക്കുന്നത്. എന്നിട്ടും അത് അംഗീകരിക്കാൻ ഈ സർക്കാർ തയ്യാറല്ല. ഈ സർക്കാർ ഇപ്പോഴും പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നത് IOC എന്തൊക്കെ സുരക്ഷ ഉറപ്പാക്കും എന്നത് സംബന്ധിച്ച കാര്യങ്ങളാണ്. ഇവിടെ പിണറായി വിജയൻ ഒരു ഭംഗിവാക്ക് പോലെ പറയുകയാണ്, ഏതാനും ചിലരുടെ ആശങ്ക, ഏതാനും ചിലരുടെ പരാതി. നിർവചിക്കുന്നില്ല. ഏതാനും ചിലർ. ആരാണ് ഈ ഏതാനും ചിലർ? അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ജനാധിപത്യ സംവിധാനമാണത്. അതിൻ്റെ അഭേദ്യമായ ഭാഗമാണത്. അതിനെയാണ് അദ്ദേഹം രൂപമില്ലാത്ത, ഭാവമില്ലാത്ത ഒന്നായി അവതരിപ്പിക്കുന്നത്. രൂപവും ഭാവവും ഒക്കെ അദ്ദേഹത്തിന് നന്നായി തെളിഞ്ഞു കിട്ടുന്നത് ഈ സാങ്കേതികമായി ഇത്തരം സ്ഥാപനങ്ങൾ നിർവചിച്ചിരിക്കുന്ന സുരക്ഷാ മാനദണ്ഡങ്ങളാണ്. അതിന്മേൽ അത്യാവേശപൂർവ്വമാണ് അദ്ദേഹം വിശ്വാസം അത് സ്വയം വരുത്തിയിരിക്കുന്നതും. ശ്രീ CR നീലകണ്ഠൻ,
അപ്പൊ ജനങ്ങളുടെ ആശങ്കയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. അവിടെയാണ്. പക്ഷെ അപ്പോഴും ജനനിഷേധത്തിൽ തന്നെ ഊന്നി നിന്നുകൊണ്ടാണ് അത് വിശദീകരിക്കുന്നത് മുഖ്യമന്ത്രി. അല്ല ജനങ്ങളുടെ ആശങ്കയല്ല, മുഖ്യമന്ത്രിയുടെ സ്വബുദ്ധി കൊണ്ടാണ് ഈസി